ട്രെയിൻ ചെയ്തിട്ടുള്ള ആ സ്പോർട്സിൻ്റെ ട്രെയിനറില്ലേ എന്ന് പറയും. പിന്നെ മാതാപിതാക്കന്മാരെ പറയും. മൂന്നാം കൂലിയായിട്ടാണ് ദൈവത്തെ പറയുന്നത്. അവരറിഞ്ഞുകൊണ്ട് ചെയ്യണതല്ല, പക്ഷെ അറിയാതെ ചെയ്താലും പണി പാഴ്സൽ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അവിടെയാണ് ഈ ജമീമയൊക്കെ ഭയങ്കരമായ രീതിയിൽ ഹൈലൈറ്റ് ആകണം. അല്ല, ഈശോയാണ് എന്നെ ജയിപ്പിച്ചതെന്ന് കോടികളോട് പറയും. ഫസ്റ്റ് റെഫറൻസ് ജീസസിനാണ്. നിങ്ങൾ ദൈവത്തിന് റെഫറൻസ് കൊടുക്കണം എന്നല്ല, ദൈവത്തിന് നിങ്ങൾ കൊടുക്കണ വേസ്റ്റ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആദ്യം ട്രഫറി, ആദ്യം ഗൈഡ്, ആദ്യം കോച്ച്, പിന്നെ മാതാപിതാക്കന്മാർ, പിന്നെ ദൈവം എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ വേസ്റ്റാണ് ദൈവത്തിന് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ മിണ്ടായിരിക്കണം നല്ലത്. വായു വല്ല ക്ലിപ്പിട്ടിരിക്കും നല്ലത്. മിണ്ടണ്ട. വെറുതെ ദൈവത്തിൻ്റെ കാര്യം മൂന്നാമത് പറഞ്ഞ് പണി മേടിക്കേണ്ട ആവശ്യമുണ്ട്. നിൻ്റെ വേസ്റ്റ് അടിക്കാതിരിക്കണം ദൈവം. അപ്പം മിണ്ടത് നീ. അപ്പം എന്താ, അതുകൊണ്ടാണ് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം. വിശ്വാസമുള്ളവർ ദൈവത്തിൻ്റെ കാര്യം പറയണമെങ്കിൽ ഫസ്റ്റായിട്ട് പറഞ്ഞേക്കണം, അല്ലെ പറയാൻ നിൽക്കരുത്. കാരണം നീ ദൈവത്തെ അല്ലല്ലോ അവലംബിക്കണത്. പിന്നെന്താ ദൈവത്തിന്റെ കാര്യം പറയണേ? റോമ 1:23 അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം, അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. അപ്പം ഇതുപോലെ ഈ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം വേറെ ആർക്ക് കൊടുത്താലും എപ്പോഴും നമ്മൾ സംഭവം, നിങ്ങളുടെ പരിഗണന പട്ടികയിൽ ദൈവം ഉണ്ടെങ്കിൽ അത് ഒന്നാം സ്ഥാനത്ത് വരണം, അല്ലെ പിന്നെ മിണ്ടാതിരിക്കണം. അതാണ് ജമീമ അവിടെ വിജയിക്കണത്. അവൾ ഒന്നാം സ്ഥാനത്ത് കർത്താവിനെ കൊണ്ടുവന്നു. പിന്നെയാണ് കോച്ചും, പിന്നെയാണ് വീട്ടുകാരൊക്കെ വരുന്നത്. ഇവർ തെറ്റാണെന്നല്ല പറഞ്ഞത്, റെഫറൻസ് നിൻ്റെതാണ്. അപ്പം നീ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത്. എന്ത് നന്ദി പറഞ്ഞാൽ ദൈവത്തിന് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പറയണമെങ്കിൽ രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ ഒരിക്കലും പറയരുത്. അത് പറഞ്ഞ് പണിമെടുക്കാൻ തുല്യമായിരിക്കും. അത് റോമ 1:23 അനുസരിച്ചുകൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം വേറെ ആൾക്കാർക്ക് കൊടുത്തവരിയിരിക്കും. കോച്ചിനും മാതാപിതാക്കന്മാരും കൊടുത്തവരിയിരിക്കും, അല്ലെങ്കിൽ അധ്യാപകർ കൊടുത്തവരിയിരിക്കും. അല്ലെങ്കിൽ അതങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇത് ദൈവവിശ്വാസ ജീവിതം എന്ന് പറയുന്നത് നിസ്സാരമല്ല. വിശ്വാസ ജീവിതത്തിൽ സൂക്ഷ്മത കുറയണത് എപ്പോഴും കത്തോലിക്കർക്കായിരിക്കും. ഞാൻ പറഞ്ഞിട്ട് എത്രയോ ഞാൻ പറയുന്നുള്ളൂ ആൾക്കാരെ.